പുറത്തു പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷക്കാലം വെള്ളറട പഞ്ചായത്തിലെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ച കോൺഗ്രസിന്റെ ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകും എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് കനകോലുവിന്റെ ഇന്നലത്തെ റിപ്പോർട്ട് വന്നപ്പോ സിറ്റിംഗ് MLA-മാര് പ്രതിനിധാനം ചെയ്യുന്ന 99 മണ്ഡലങ്ങളിൽ LDF-ന് വിജയസാധ്യതയാണെന്ന് കനകോലു പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു കനകോലു അല്ല, അത് കോൺഗ്രസിന്റെ കന്നക്കോലാണ്. അത് കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന അവസാനത്തെ ആണിയായിരിക്കും കനകോലു എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ തലമുറയിലെ ഒരു വിദ്യാർത്ഥിയെ വിളിച്ച് പവർ കട്ട് എന്താണ്, ലോഡ് ഷെഡിങ് എന്താണെന്ന് ചോദിച്ചാൽ അവനറിയോ? നമ്മളെയൊക്കെ കാലത്ത് എന്തായിരുന്നു അവസ്ഥ? ഒരു 6 മണിയാകുമ്പോ അമ്മ പറയും, മക്കളെ മണ്ണെണ്ണ വിളക്ക് തയ്യാറാക്കിക്കോ, ഇല്ലേ? മെഴുകുതിരി എടുത്തോ. ചോറ് കഴിക്കാൻ ചോറെടുത്ത് മുമ്പിൽ അങ്ങനെ ഇരിക്കുമ്പോ ആ മണ്ണെണ്ണ വിളക്കിന്റെ പുറത്തൂടെ ഒരു സാധനം ഇങ്ങനെ പറന്ന് വീഴും. എന്താ സാധനം അറിയോ? കരിയിച്ച. ഓർമ്മയുണ്ടോ? ഇപ്പൊ ആ സാധനം കാണാനുണ്ടോ? അല്ലേ? എന്നെ കേൾക്കുന്ന തലനിറച്ച ആളുകൾക്കൊക്കെ നല്ല ബോധ്യമുള്ളതല്ലേ ഈ കരിയിച്ച ഇങ്ങനെ പറന്നു വീഴും. കരിച്ച ഇതിനെ പറക്കി അതൊരു വല്ലാത്ത സ്മെല്ലാണ്. എടുത്ത് പറക്കി കളഞ്ഞ് ചോറ് കഴിച്ചിരുന്ന ഒരു കാര്യം കറണ്ട് കട്ട്, പവർ കട്ട്, ലോഡ് ഷെഡിങ്, പല പേരുകളിൽ, ഓമന പേരുകളിൽ ഉമ്മൻചാണ്ടി പ്രദാനം ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിന്റെ വെളിച്ചമാണ് പവർ കട്ട്. ഇപ്പൊ 10 വർഷം കൊണ്ട് പവർ കട്ട് ഉണ്ടോ? കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ പ്രത്യേക പവർ കട്ട് പോലും ഉണ്ടോ? പറയണം. പവർ കട്ടില്ല, ലോഡ് ഷെഡിങ് ഇല്ല. കേരളത്തിലെ മുഴുവൻ വീടുകളും സമ്പൂർണ്ണ വൈദ്യുതീകരണം കേരളത്തിൽ നടപ്പിലാക്കി. ഈ ഇന്ത്യക്ക് തന്നെ മാതൃകയായ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. ആരോഗ്യ മേഖലയിൽ 1ാമത്തെ സംസ്ഥാനം കേരളം, വിദ്യാഭ്യാസ മേഖലയിൽ 1ാമത്തെ സംസ്ഥാനം കേരളം. ആരാ പറഞ്ഞത്? നീതി ആയോഗ്. ആരാ നീതി ആയോഗിന്റെ ചെയർമാൻ? സാക്ഷാൽ നരേന്ദ്രമോദി. ആരാ നരേന്ദ്രമോദി? ഇന്ത്യയുടെ പ്രധാനമന്ത്രി, BJP നേതാവ്. കേന്ദ്രം ഭരിക്കുന്ന BJP-യും കേന്ദ്ര സർക്കാരും പറയുന്നു ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാക്ഷരതയുടെ കാര്യത്തിൽ, വികസനത്തിന്റെ കാര്യത്തിൽ, എന്താണ് നാടിന്റെ പുരോഗതിയുടെ കാര്യത്തിൽ എല്ലാം നമ്പർ 1 കേരളം പറയുന്ന BJP-യുടെ കേന്ദ്ര സർക്കാർ. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്മാർക്ക് ഇത് മനസ്സിലാവൂല. നാട്ടിലെ രാഗി കെട്ടിയ പൊട്ടന്മാർക്ക് ഇത് മനസ്സിലാവൂല. അവന്മാര് പറയാ ഗുജറാത്തിനെ കണ്ടുപിടിക്കാൻ. ഒരു ടാർപോളിൻ ഷീറ്റിന്റെ അപ്പുറത്ത് പശുവും ഇപ്പുറത്ത് മനുഷ്യനും കിടക്കുന്ന ഗുജറാത്തിനെ കണ്ടുപിടിക്കാൻ. അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പോൾ ചേരി മറച്ചു കെട്ടിയ ഗുജറാത്തിനെ കണ്ടുപിടിക്കാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ചേരി മറച്ചു കെട്ടിയ ഉത്തർപ്രദേശിനെ കണ്ടുപിടിക്കാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ചേരി മറച്ചു കെട്ടിയ ഡൽഹിയെ കണ്ടുപിടിക്കാൻ. BJP പറയുക ആ ഡൽഹി നമുക്ക് വേണോ? ആ വികസനം നമുക്ക് വേണോ? ഒരു ടാർപോളിൻ ഷീറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്നെക്കാളേറെ ഒരുപാട് സഞ്ചരിച്ച MLA ആണല്ലോ. അദ്ദേഹത്തോട് ചോദിക്കൂ, എങ്ങനെയാ ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയൊക്കെ വികസനം കണ്ടില്ലേ? ആ വികസനം നമുക്ക് വേണോ? ഇവിടെ പാവങ്ങൾ കന്തി ഉറങ്ങാൻ 5.5 ലക്ഷം മനുഷ്യർക്ക്, 5 ലക്ഷമാണ് കേട്ടോ പ്രകടന പത്രികയിൽ പറഞ്ഞത്, 5.5 ലക്ഷം മനുഷ്യർക്ക്. കേരളത്തിൽ പണ്ടൊരു പാട്ടുണ്ടായിരുന്നല്ലോ, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടവില്ല. ഇന്ന് മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടവില്ലാത്തൊരു സ്ഥലം കേരളത്തിലുണ്ടോ? മണ്ണില്ലാത്തവന് മണ്ണും വീടും പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ് മണ്ണും വീടും പദ്ധതി. എത്രയോ പാവങ്ങൾക്ക് അന്തി ഉറങ്ങാൻ മണ്ണും വീടും കൊടുത്ത സർക്കാർ 5.5 ലക്ഷം പേർക്ക് ലൈഫിലൂടെ വീട് കൊടുത്തില്ലേ ഈ സർക്കാർ? സഖാവ് VS കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴേ EMS ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുന്നത്. സഖാവ് MN ഗോവിന്ദൻ നായർ കേരളത്തിന്റെ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴല്ലേ 1 ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കുന്നത്. നമുക്ക് പറയാം, ഇടതു നേതാക്കളും ഇടതുപക്ഷവും കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് പട്ടിണി പാവങ്ങൾക്ക് കയറിക്കിടക്കാൻ ഇടമുണ്ടാക്കി കൊടുത്തത് കോൺഗ്രസിന് ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കിയെന്ന് ആർജവത്തോടെ ആറാട്ടുകുഴിയുടെ മണ്ണിൽ വന്ന് പറയാൻ കോൺഗ്രസിന് കരുത്തുണ്ടോ? ഇല്ല. പിന്നെ എന്തിന്റെ പേരിലാണ് കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നത്? 10 വർഷം കഴിഞ്ഞപ്പോ എല്ലാം മറന്നു എന്നാണോ? എല്ലാം മറന്നു എന്നാണോ? സാരി ചുറ്റി ഒരു പെണ്ണിന്റെ പുറകെ വലിയ ലിസ്റ്റുമായി ഓടിയ കേരളത്തെ നിങ്ങൾ മറന്നോ? സാരി ചുറ്റി ഒരു പെണ്ണിന്റെ പിന്നാലെ മന്ത്രിസഭയും നേതാക്കന്മാരും മുഴുവൻ ആ ലിസ്റ്റ് രാവിലെയും വൈകുന്നേരവും പത്രസഭ
കാലം. ആ കാലം തിരിച്ചു വരണോ? ആ കാലം തിരിച്ചു വരണോ? നമ്മളിതൊന്നും മറന്നിട്ടില്ല. ആ കാലം തിരിച്ചു വരാനാണ് വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ അധികാരം ഉറപ്പിക്കാൻ പോകുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ മുന്നണിയുടെ പേര് ഐക്യ ജനാധിപത്യ മുന്നണി എന്നല്ല, ഐക്യ ജമാഅത്ത് മുന്നണിയാണ്. ഐക്യ ജമാഅത്ത് മുന്നണി ഈ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് അത് മലർപ്പൊടിക്കാരന്റെ ദിവാസ്വപ്നമാണ്. ഈ വികസനങ്ങളുടെ നേർസാക്ഷ്യം തിരിച്ചറിഞ്ഞ ആരെങ്കിലും മനുഷ്യർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരിക്കുമോ? റേഷൻ കടകളും സിവിൽ സപ്ലൈ സ്ഥാപനങ്ങളും എന്ന് വേണ്ട എന്താണ് ഈ വൈദ്യുതി മേഖലയും റോഡും ഗതാഗതവും വിദ്യാഭ്യാസവും കുളങ്ങളും തോടുകളും കുടിവെള്ള പദ്ധതിയും സകല മേഖലകളിലും വികസനത്തിന്റെ ശംഖനാദം മുഴക്കിയ ഒരു കാലം ഇടതുപക്ഷത്തിന്റെ കാലമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉറപ്പാണ്, ഇടതുപക്ഷം ഉറപ്പാണ്. പാറശാലയിൽ ഉറപ്പാണ് ഇടതുപക്ഷം. ഇനി ഏത് പൊന്നുതമ്പുരാൻ വന്നാലും ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമായി സ്വീകരിച്ചൊരു ജനതയുണ്ട് എന്ന് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അങ്ങിങ്ങായി ചില പരാജയങ്ങൾ ഉണ്ടായപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് പാറശാല മണ്ഡലത്തിൽ 10,000-കണക്കിന് വോട്ടിന് മുന്നിൽ നിൽക്കുന്നത് എന്ന കണക്കുകൂടി സഖാവ് പറയും എന്നുള്ളതോടെ കൂടുതൽ പറയുന്നില്ല. എന്നെ കേട്ട മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ഇന്നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരും നേരായി ചിന്തിക്കുന്ന കോൺഗ്രസുകാരും നാടിന് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന BJP-ക്കാരും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും ഇടതുപക്ഷത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വരുന്ന ഫെബ്രുവരി മാസം 14-ാം തീയതി കിളിയൂരിൽ നടക്കുന്ന വെള്ളറടയിൽ നടക്കുന്ന JM ഹാളിൽ നടക്കുന്ന ആ ജാഥയുടെ സ്വീകരണ പരിപാടിയിലേക്ക് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അണിയണിയായി ഒഴുകിയെത്തണമെന്നും ഈ നാടിന്റെ വികസന സ്വപ്നങ്ങളിൽ നിങ്ങളും നിങ്ങളുടേതായ പങ്ക് നിർവഹിക്കണമെന്നും മാത്രം അഭ്യർത്ഥിച്ച് ഞാൻ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ.